ഇഗ്നൈറ്റ് ദ ഹോപ്പ് മിനിസ്ട്രീസിൻ്റെ വചനഘോഷണത്തിലേക്ക് ഈ പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വചനവുമായി ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ വചനഘോഷണം ആരംഭിക്കാം. കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി സ്തോത്രം. കർത്താവെ, രാവിലെ തോറും അവിടുത്തെ ദയയും രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയും ഞങ്ങളെ തേടി വരുന്നതിനായി സ്തോത്രം. പകൽക്കാലം പ്രിയനെ, അല്പസമയം അവിടുത്തെ വചനവുമായി ഞങ്ങൾ ഒരുമിച്ചായിരിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം, ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ പാറയും വീണ്ടെടുപ്പുകാരനുമായുള്ള ഈ തിരുസന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നാം 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. 1 പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. പത്രോസ് ലീഹ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനായിരുന്നു. ഒരു പക്ഷെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അദ്ദേഹം പത്രോസ് ലീഹ കർത്താവ് കഴിഞ്ഞാൽ 2-ാം സ്ഥാനക്കാരനായിരുന്നു എന്നുവരെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം എല്ലാത്തിലും ഒരു ഉത്സാഹമുള്ളവനായിരുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എടുത്തുചാട്ടക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെങ്കിൽ ആ തൻ്റെ ഉത്സാഹവും തൻ്റെ ധൃതിയുമൊക്കെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ പിൽക്കാലത്ത് ഇടയായി തീർന്നു. ഇവിടെ പത്രോസ് ലീഹ പറയുന്നത്, തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. ഇവിടെ പത്രോസ് ലീഹ പറയുന്ന 5 കാര്യങ്ങളാണ്: ഐകമത്യം, സഹതാപം, സഹോദരപ്രീതി, മനസ്സലിവ്, വിനയബുദ്ധി. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വളരെ അത്യന്താപേക്ഷിതമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് എപ്പോഴും അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്ന ഉപമകളിലും അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്ന എല്ലാ തിരുവചനങ്ങളിലും താൻ എടുത്തു പറയുന്ന 5 കാര്യങ്ങൾ തന്നെയാണ് കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസ് ലേഖനത്തിൽ കൂടെ നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഇത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുമ്പോൾ, ഒരു സാധാരണ ജീവിതത്തിൽ നമ്മുടെ ജോലികൾക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആളുകളുമായുള്ള നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലോ നമ്മുടെ ഇടപാടുകളിലോ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന ബന്ധങ്ങളിലോ ഒക്കെയും ഈ മേൽ പറയപ്പെട്ട 5 കാര്യങ്ങൾ വളരെ അനിവാര്യമെന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്ന തീർച്ചയ്ക്ക്, അതായത് ഡെഫിനറ്റായിട്ട്, ഉറപ്പായിട്ടും എല്ലാവർക്കുമായിട്ടുള്ളതാണ്. അതൊരു യൂണിവേഴ്സൽ, അല്ലെങ്കിൽ ഒരു ലോകം എല്ലാവരും അനുഷ്ഠിക്കേണ്ടത് അല്ലെങ്കിൽ അവർ പാലിക്കേണ്ടതായ കാര്യമെന്ന് ഇവിടെ പത്രോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഐകമത്യം, ഹാർമണി. ഇന്ന് ലോകത്തിൽ വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഐകമത്യം. വാക്കുകളിൽ, ലേഖനങ്ങളിൽ അല്ലെങ്കിൽ ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോൾ അല്ലെ പ്രസംഗങ്ങളിലൊക്കെ ആളുകൾ ഈ ഐകമത്യത്തെക്കുറിച്ച് വളരെ വാചാലരായി സംസാരിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഐകമത്യം ഇന്ന് ലോകത്തിലുണ്ടോ? വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഐകമത്യം ലോകത്തിൽ, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ, അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ, സഭകളിൽ, പൊതുവായ ഒരു കാര്യം വരുമ്പോൾ ഈ ഐകമത്യം ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഐകമത്യം എന്ന് പറയുന്നത്
ഐക്യത എന്ന് പറയുന്നത് കർത്താവിൻ്റെ വഴിയാണ്. എല്ലാവരെയും ഒരുമിച്ച് ഒരുപോലെ കാണുന്ന യേശുവിൻ്റെ സ്നേഹം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ 3.5 വർഷക്കാലമുള്ള തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ, താൻ ജീവിച്ചിരുന്ന ഈ ലോകത്തിലായിരുന്ന കാലഘട്ടത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ധനവാന്മാരും ദരിദ്രന്മാരും, ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വലിയ വിടവായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരു ഉപമ പറഞ്ഞപ്പോൾ ധനവാന്റെയും ലാസറിൻ്റെയും കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ധനവാന്മാരുണ്ടായിരുന്നു, ഭിക്ഷയാചിക്കുന്നവർ ഉണ്ടായിരുന്നു, ദരിദ്രന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കർത്താവ് അവിടെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ദൈവസന്നിധിയിൽ ആർക്കും ഒരു വ്യത്യാസവുമില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെയാണ് പുത്രനായ ക്രിസ്തുവേശുവിൽ കൂടെ പിതാവാൻ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറഞ്ഞത്, എല്ലാവരും ഐകമത്യം ഉള്ളവരായിരിക്കണം, യൂണിഫൈഡ് അറൗണ്ട് വൺ അനദർ. എല്ലാവരുമായി നല്ല ബന്ധം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് പ്രകാരം അരുളി ചെയ്തു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ മഹത്വപ്പെടും. അപ്പം ഈ നല്ല പ്രവൃത്തികൾ എന്ന് കർത്താവ് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നല്ല പ്രവൃത്തിക്കകത്ത് ഐക്യത വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഐക്യത, എല്ലാവരോടും ഒരു ഐക്യത എന്ന് പറഞ്ഞ് ദൈവികമല്ലാത്ത വിഷയങ്ങളിൽ ആളുകളോട് കൂട്ടുകൂടണം എന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ, ദൈവികമായ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഐകമത്യത്തോടെ പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം പറയുന്നത് സഹതാപം. നാം പല മീഡിയയിലും നവമാധ്യമങ്ങളിലും ഒക്കെ നാം കാണുന്നതാണ്, മറ്റുള്ളവരോട് സഹതപിക്കുന്ന ഒരു 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 ചിന്താഗതിയുണ്ട്. ഇപ്പം ആരെങ്കിലും രോഗികളാകുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം എത്തിക്കുക, അവർക്ക് മറ്റുള്ള സഹായങ്ങൾ വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമായ കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സഹതപിക്കുന്നവരോടുകൂടെ സഹതപിക്കുക. അപ്പോൾ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, വാക്കാലുള്ള സഹതാപമല്ല, പിന്നെയോ നമ്മുടെ പ്രവൃത്തിയിലും വാക്കുകളിലും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലും ഒക്കെയും മറ്റുള്ളവരോടൊരു സഹതാപം. നമ്മെ പോലെ ഒരു വ്യക്തി ശാരീരികമായോ മാനസികമായോ, ഉദാഹരണത്തിന് നമ്മെ പോലെ ഒരു വ്യക്തി ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഞെരുകുകയാണെങ്കിൽ അവരോട്, അങ്ങനെയുള്ള വ്യക്തികളോടൊന്ന് സഹതപിക്കുവാൻ. അത് പ്രവൃത്തിയിൽ കൂടെ ആകാം, വാക്കുകളിൽ കൂടെ ആകാം, ഒരു പക്ഷെങ്കിൽ നമ്മുടെ നോട്ടത്തിൽ കൂടെ വരെയാകാം. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, സഹതാപം കാണിക്കുവാൻ നാം ഉത്സാഹിക്കണം. അത് ക്രിസ്തീയ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായൊരു കാര്യമെന്ന് നാം എപ്പോഴും നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊള്ളണം. അടുത്തതായി അപ്പോസ്തലനായ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹോദരപ്രീതി, തമ്മിൽ സ്നേഹിക്കുക. നാം ഇത് പറയുമ്പോൾ വ്യക്തിപരമായ ചില കാര്യങ്ങൾ നാം പലരും സ്ട്രഗിൾ ചെയ്യുന്നൊരു മേഖലയാണ് സഹോദരപ്രീതി. മറ്റുള്ളവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് ലോകത്തിൽ പല സഹോദരങ്ങൾ വ്യക്തിബന്ധങ്ങളൊക്കെ എടുക്കുമ്പോൾ
ആ സഹോദര ബന്ധങ്ങളൊക്കെ തകർന്നു പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും സ്വന്തം സഹോദരങ്ങളാകുമ്പോൾ, രക്തബന്ധത്തിലുള്ളവർ ആകുമ്പോൾ പലപ്പോഴും ചില ക്രൂഷ്യലായിട്ടുള്ള ചില സാഹചര്യം വരുമ്പോൾ അവർ കൈയോട് കൈ, തോളോട് തോൾ നിന്ന് പരസ്പരം സഹായിക്കുന്നത് കാണുവാനിടയാകാറുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു സഹോദര ബന്ധമാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സഹോദര പ്രീതി. ഒരു പരിചയക്കാരനോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളൊരു വ്യക്തിയോ ഒരാവശ്യത്തിലിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം രക്തബന്ധത്തിലുള്ള ഒരു സഹോദരനോ സഹോദരിക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ആ മനുഷ്യർക്കും ചെയ്യുവാൻ നാം ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഈ പകൽക്കാലം ഓർമ്മിപ്പിക്കുന്നു. സഹോദര പ്രീതി വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കർത്താവ് പറഞ്ഞത്, മനുഷ്യർ നിങ്ങളുടെ നല്ല ഞാൻ അല്പസമയം മുതൽ ഓർമ്മിപ്പിച്ച ഒരു വാക്യമാണ്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനെ. അപ്പം നല്ല പ്രവൃത്തികളിൽ ഒരു കാര്യമാണ് സഹോദര പ്രീതി. അടുത്ത് പറയുന്നത് മനസ്സലിവ്, കമ്പാഷൻ. നമുക്കറിയാം, ഇന്ന് പല സന്നദ്ധ സംഘടനകൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാണുവാൻ നമുക്ക് ഇടയാകാറുണ്ട്. സഹോദര പ്രീതി കഴിഞ്ഞുള്ള മനസ്സലിവ്, ഒരു കമ്പാഷൻ കാണിക്കുക. ഒരു വ്യക്തി ഒരു ആവശ്യത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള മനസ്സലിവോടെ അവരെ കാണുവാനും അവർക്ക് വേണ്ടി ചെയ്യുവാനും ഒക്കെയും ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പം മനസ്സലിവ് അതൊരു ദൈവിക സ്വഭാവമാണ്. പിതാവായ ദൈവം നശിച്ചു പോകുന്ന, പാപത്താൽ നശിച്ചു പോകുന്ന തൻ്റെ സൃഷ്ടികളായ മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ, അതായത് ക്രിസ്തുവേശുവിനെ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി അയച്ചു. നമ്മുടെ മനസ്സലിവുള്ളത് കൊണ്ടാണ് പിതാവാൻ ദൈവം അങ്ങനെ ചെയ്തത്. ആ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു. അത് മനസ്സലിവ് കൊണ്ട് ചെയ്തതാണ്. ആ മനസ്സലിവ് കൊണ്ട് ലോകം, മാനവരാശി രക്ഷയിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. സകലതും നമുക്ക് വേണ്ടി തന്നു. അത് ഈ പകൽക്കാലം ഓർക്കണം. ഒന്ന്, നാം ഓർക്കുന്നതും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതും അനുഗ്രഹമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് അപ്പോസ്തലനായ പൗത്രോസ് പറയുന്നത്, വിനയബുദ്ധിയുള്ളവരായിരിപ്പീൻ. ഹംബിൾ, താഴ്മ ധരിപ്പീൻ. ഇന്നത്തെ തലമുറയോടൊക്കെ നാം എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ അവർ പറയും, അവർ ചിലപ്പോൾ ബാക്ക് ആൻസർ ചെയ്യും. അവർ നമ്മുടെ വളരെ കോപിച്ച് മറുപടികളൊക്കെ പറഞ്ഞു തന്നിരിക്കും. കർത്താവ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് താഴ്മയുള്ളവരായിരിക്കും. കാരണം ഞാൻ താഴ്മയുള്ള ദൈവമാണ്. നാം ഒന്ന് ഓർത്ത് നോക്കി, നാം എന്തൊക്കെ ഒരു ദിവസം ചെയ്താലും ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവേ ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സമാധാനം തോന്നും. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തുവേശു പാപികളെ മോചിപ്പാൻ, പാപങ്ങളിൽ നിന്ന് മോചനം കൊടുപ്പാൻ, പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു. പാപങ്ങളെല്ലാം ഒരിക്കലായി തൻ്റെ മരണ പുനരുദ്ധാനത്തോടുകൂടെ എന്നേക്കുമായി നീക്കിക്കളഞ്ഞ് തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകി. അത് താൻ വിനയമുള്ളവനായതുകൊണ്ടായിരുന്നു. മനുഷ്യരൊക്കെയും നിഗളികളും അഹങ്കാരികളുമായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ താഴ്മയുള്ള ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരിക്കലൊരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു,
എന്തൊക്കെ വചനം നാം പഠിച്ചാലും, എന്തൊക്കെ ചിട്ടകൾ നാം പാലിച്ചാലും, എന്തൊക്കെ കാര്യങ്ങൾ നാം വിവേചിച്ചാലും, ദൈവ സ്നേഹമില്ലാത്ത, മറ്റുള്ളവരോട് അനുകമ്പയില്ലാത്ത ഒരു ജീവിതം അതേറ്റവും വലിയ മോശകരമായ ജീവിതമാണ് എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞത്. അതായത് എന്തൊക്കെ നമുക്ക് ഫിലോസഫിക്കലായിട്ടോ തത്വജ്ഞാനത്തിലായിട്ടോ മറ്റുള്ളവരോടുള്ള സംസാരത്തിലോ നല്ല വാഗ്മിയാണെങ്കിലോ അതൊക്കെ തന്നെയാണെങ്കിലും മറ്റുള്ളവരോട് അനുകമ്പയില്ലാത്ത ഒരു ജീവിതം അമ്പേ പരാജയം. അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയം എപ്പോഴും ഒരു മനസ്സലിവിൻ്റെ ഹൃദയമായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ, നമ്മുടെ പിതാവായ കർത്താവ് സകല മനസ്സലിവുള്ള ദൈവവും സകല ആശ്വാസങ്ങളുടെ ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ പിതാവാൻ ദൈവം. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ കാര്യമാണ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് മനസ്സലിവും ആശ്വാസവും നൽകുന്ന ദൈവം. മനസ്സലിവും ആശ്വാസം. അപ്പോൾ ഈ ദൈവം ഈ മനസ്സലിവും ആശ്വാസവും നമ്മോട് കാണിക്കുമ്പോൾ, നമുക്ക് നൽകുമ്പോൾ, ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കമ്പാഷൻ. എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് അനുതപിക്കുവാൻ പറ്റും, അവരോട് കരുണ കാണിക്കുവാൻ പറ്റും, അവർക്ക് കൈത്താങ്ങ് കൊടുക്കുവാൻ പറ്റും. അപ്പോൾ അതിനൊരു വിലയുണ്ടല്ലേ. തീർച്ചയായിട്ടും നാം മറ്റുള്ളവരോട് അനുദപിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ, അവരോട് ദയ കാണിക്കുമ്പോൾ, അതിനകത്തെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ട ഒരു കാര്യമുണ്ട്. അവിടെയെല്ലാം ദൈവസ്നേഹം ഇറങ്ങി വരുന്നു. കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു കാണിച്ച ആ സ്നേഹം അവിടെ ഇറങ്ങി വരുന്നുവെന്ന് നാം എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് നമ്മോട് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു അനുഭാവപൂർവ്വം നമ്മോട് പെരുമാറുകയോ, അനുഭാവപൂർവ്വം നമുക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുകയോ, നമ്മോട് കരുണ കാണിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. മനസ്സലിവുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആ വ്യക്തിയിൽ കൂടെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. സൗമ്യതയുള്ളവരായി, വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി, മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരായിരിക്കാൻ ഈ വരും ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കണം. അതിനായിട്ട് നാം പ്രവർത്തിക്കണം, അതിനായിട്ട് നാം ആഗ്രഹിക്കണം. എനിക്കെങ്ങനെ മറ്റുള്ളവർ എനിക്ക് അനുഗ്രഹമായി തീർന്നത് പോലെ വരും നാളുകളിൽ എനിക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, എങ്ങനെ മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുവാൻ എങ്ങനെ എനിക്ക് സാധിക്കും. കർത്താവേ, അതിനായിട്ട് നീ എന്നെ ഒന്ന് ഒരുക്കണമേ, അതിനായിട്ട് നീ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ, അതിനായിട്ട് എനിക്ക് ഉള്ളിൽ ബലം തരണമേ, അതിനായിട്ട് കർത്താവേ നീ എനിക്കൊരു ആഗ്രഹം തരണമേ. കമ്പാഷൻ. മറ്റുള്ളവരെക്കുറിച്ച് ഉള്ള മറ്റുള്ളവരെക്കുറിച്ചുള്ളൊരു നല്ല ചിന്ത, മറ്റുള്ളവരെക്കുറിച്ച് ഉള്ള ഒരു അനുകമ്പ, മറ്റുള്ളവരോട് അനുകമ്പ, കരുണ കാണിപ്പാൻ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വളരെ കരുണയുള്ള ദൈവമാണ്. കരുണയോടെ നമ്മെ കാണുന്നതുകൊണ്ടാണ് പലപ്പോഴും ഓരോ ദിവസവും നാം ചെയ്തു പോകുന്ന തെറ്റുകൾ നമ്മോട് കണക്കിടാത്തത്. ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടെ നാം മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും, മറ്റുള്ളവരെ നാം കൈകാര്യം ചെയ്യുമ്പോഴും, മറ്റുള്ളവരോട് നാം കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുമ്പോഴൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കരുണയോടെ ചെയ്യുവാൻ, ദൈവസ്നേഹത്തിൽ ചെയ്യുവാൻ നമുക്ക് ഇടയാക്കണം. കർത്താവേ, അങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ അതിനായിട്ട് നീ സഹായിക്കണം, അതിനായിട്ട് നീ എന്നെ ഒന്ന് ഒരുക്കണം, അതിനായിട്ട് നീ എന്നെ ഒന്ന് ശക്തീകരിക്കണം. നിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് കഴിയുകയുള്ളൂ. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ
എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാവരും സഹോദര പ്രീതിയിലും മനസ്സലിവിലും വിനയബുദ്ധിയിലും സഹതാപമുള്ളവരുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷവും നമുക്കൊന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാമോ? എന്നോടൊപ്പം നിങ്ങളും ഈ വചനത്തിൽ കൂടെ കടന്നു വരികയായിരുന്നല്ലോ പ്രിയ സഹോദര സഹോദരി. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ പറയപ്പെട്ട ഈ അനുഗ്രഹത്തിൻ്റെതായ ഈ കാര്യങ്ങളൊക്കെയും ഒന്നൊന്നായി ഐകമത്യം, സഹതാപം, സഹോദരപ്രീതി, മനസ്സലിവ്, വിനയബുദ്ധി ഇതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വിശ്വസ്ത ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കാൻ ഞങ്ങളെ ഇത് നാളുകളിൽ സഹായിക്കണം. അവിടുത്തെ കൃപ കൊണ്ട് മൂടണം. ഈ വചനം ഞങ്ങൾക്കെല്ലാവർക്കും, കേൾവിക്കാർക്കായ എല്ലാവർക്കും, ശ്രദ്ധിക്കുന്നതും കാണുന്നതുമായ എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായി തീർക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 9 ഞാൻ പ്രാരം പറയുന്നു: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും, അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടു, ഇനി പാടുവാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ദൈവം എനിക്ക് ഇന്ന് പാടുവാൻ തക്കവണ്ണം നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ഗാനവുമായി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. നമുക്ക് ഒത്തുചേർന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് അതിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടാം.